ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2019 പുറത്തിറങ്ങിയ കലങ്ക് എന്ന ഹിന്ദി മൂവിയാണ്. ഈ കഥ നടക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ്. നായികയായ സത്യ തനിക്ക് ക്യാൻസർ ആണെന്ന് അറിയുകയും താൻ ഇനി അധികകാലം ജീവിക്കില്ല എന്ന സത്യം മനസ്സിലാക്കി തന്റെ ഭർത്താവിനെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിക്കാൻ പറയുന്നു. അതിനായി നായികയായ സത്യ രൂപ എന്ന പെൺകുട്ടിയെ കാണാൻ വരുന്നു. സത്യയുടെ അച്ഛൻ പണ്ട് രൂപിനെയും ഫാമിലിയും ഒരുപാട് സഹായിച്ചിരുന്നു. അതുകൊണ്ട് സത്യയുടെ ആവശ്യത്തിന് എതിര് പറയാൻ രൂപിനെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല. രൂപിനെ ഒരു വർഷത്തേക്ക് തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് സത്യ വന്നിരിക്കുന്നത്. തന്റെ മരണശേഷം തന്റെ ഭർത്താവ് രൂപിനെ വിവാഹം കഴിക്കണമെന്നായിരുന്നു സത്യയുടെ ആവശ്യം. അതുവരെ തങ്ങളുടെ കൂടെ ജീവിക്കാൻ സത്യ അവളെ ക്ഷണിക്കുന്നു. സത്യയുടെ ഈ ആവശ്യത്തിന് പകരമായി അവളുടെ സഹോദരിമാരെ എല്ലാവരും തന്നെ നല്ല രീതിയിൽ വിവാഹം ചെയ്ത് അയക്കാമെന്ന് സത്യ വാക്ക് കൊടുക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ രൂപിന്റെ അച്ഛൻ ആ ഓഫർ സ്വീകരിക്കുന്നു. എന്നാൽ രൂപിന് അത് സമ്മതമല്ലായിരുന്നു. പക്ഷെ അനിയത്തിമാർക്ക് വേണ്ടിയിട്ട് അവളെ കൊണ്ട് അതിന് സമ്മതിപ്പിക്കുന്നു. എന്നാൽ രൂപ് സത്യയോട് ഒരു കണ്ടീഷൻ വെക്കുകയാണ്. ഒരു വർഷം കഴിഞ്ഞിട്ട് വിവാഹം നടത്തിയാൽ പോരാ, നിങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡുമായുള്ള ഞങ്ങളുടെ വിവാഹം നടത്തണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ മരണശേഷം അയാൾ എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ പിന്നീട് എനിക്കൊരു ജീവിതം ഉണ്ടാകില്ല എന്ന് രൂപ പറയുമ്പോൾ രൂപിന്റെ ആവശ്യം സത്യ അംഗീകരിക്കുന്നു. സത്യയുടെ നിർബന്ധപ്രകാരം ഈ വിവാഹത്തിന് ദേവ് സമ്മതിക്കുന്നു. അങ്ങനെ രൂപിന്റെയും ദേവിന്റെയും വിവാഹം കഴിയുന്നു. എന്നാൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഈ ബംഗ്ലാവിന് തൊട്ടടുത്തായിട്ട് ഹീരാമന്തി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ഒരുപാട് വേശ്യാവൃത്തിയെല്ലാം നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അവിടെ ബാഹർ ബീഗം എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ ഒരു ഗായിക കൂടിയായിരുന്നു. അവർ ഇന്ന് ഒരുപാട് പേരെ സംഗീതം പഠിപ്പിക്കുന്നുണ്ട്. അതേ സ്ഥലത്ത് നായകനായ സഫറിനെ കാണിക്കുന്നു. അവനൊരു മുസ്ലിം പയ്യനാണ്. സഫറിന് ബാഹർ ബീഗത്തിന്റെ ഒരു സ്റ്റുഡന്റുമായി ബന്ധമുണ്ടായിരുന്നു. അവൻ മിക്ക രാത്രികളിലും അവളോടൊപ്പമായിരുന്നു ചിലവഴിച്ചിരുന്നത്. അവളുടെ അടുത്ത് നിന്നും ദേവ് മറ്റൊരു വിവാഹം കൂടി ചെയ്തുവെന്ന സത്യം സഫർ അറിയുന്നുണ്ട്. വിവാഹശേഷം രൂപാകട്ടെ തന്റെ റൂമിന്റെ ജനലിന്റെ അടുത്ത് വന്നു നിൽക്കുമ്പോൾ ബാഹർ ബീഗത്തിന്റെ പാട്ട് എവിടെ നിന്നോ അവൾ കേൾക്കുന്നുണ്ട്. ആ സമയം ദേവ് അവളുടെ അടുത്തേക്ക് വരുന്നു. സത്യയ്ക്ക് വേണ്ടി മാത്രമാണ് താൻ ഈ വിവാഹത്തിന് വേണ്ടി സമ്മതിച്ചത്. എന്റെ മനസ്സിലെന്നും സത്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമുക്കിടയിൽ ഒരു വിവാഹ ബന്ധം ഉണ്ടാകില്ല എന്ന് രൂപിനോട് അയാൾ പറയുന്നു. അതുകൊണ്ട് എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുതെന്നും ദേവ് അവളോട് പറയുന്നു. രൂപിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ദേവ് മുറിയിൽ നിന്നും തിരിച്ചു പോകുന്നു. സഫർ ഇരുമ്പിന്റെ പണിയാണ് ചെയ്യുന്നത്. അവരുടെ ഏരിയയിൽ കൂടുതലും ആ പണി ചെയ്യുന്ന ആൾക്കാരാണ് ഉള്ളത്. അവന്റെ ഒറ്റ സുഹൃത്തായിരുന്നു അക്ബർ. അക്ബർ ഉൾപ്പെടെ എല്ലാ മുസ്ലിമുകളും ആഗ്രഹിച്ചിരുന്നത് അവർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം വേണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദു മുസ്ലിം എന്ന രണ്ട് രാജ്യം ഉണ്ടാക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ദേവ് ശരിക്കും എതിർക്കുന്നു. എല്ലാ മതത്തിലുള്ള ആളുകളും ഒരു രാജ്യത്ത് സഹകരിച്ച് ജീവിക്കണമെന്നായിരുന്നു ദേവിന്റെ ആഗ്രഹം. ദേവ് തന്റെ സ്വന്തം പത്രത്തിലൂടെ അതിന് സപ്പോർട്ടുള്ള വാർത്തയായിരുന്നു കൊടുത്തിരുന്നത്. ഈ നാട്ടിലെ വികസനത്തിന് വേണ്ടി ഒരു സ്റ്റീൽ കമ്പനി കൊണ്ടുവരാനും ദേവ് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അങ്ങനെ ഒരു കമ്പനി വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ ജോലിയെല്ലാം നഷ്ടമാകുമെന്നായിരുന്നു അക്ബറും കൂട്ടരും വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് ദേവിന്റെ ആ ഒരു പ്ലാൻ എങ്ങനെയെങ്കിലും തടയണമെന്നും ഈ ഒരു രാജ്യത്തെ രണ്ടാക്കണമെന്നായിരുന്നു അക്ബർ ആഗ്രഹിച്ചിരുന്നത്. തന്റെ കൂട്ടുകാരൻ എന്ന നിലയിൽ അക്ബറിനെ സഫറും പിന്തുണച്ചു. എന്നാൽ എല്ലാത്തിനും പിറകിൽ നിന്നും സഹായിക്കുന്നതല്ലാതെ സഫർ ഇതിലൊന്നും മുൻകൈയെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ദേവിന്റെ അച്ഛൻ ബൽരാജ് ദേവിനോട് പറയുന്നു, ആൾക്കാർ ആഗ്രഹിക്കുന്നത് പോലെ ഇത് രണ്ടായി വിഭജിക്കണമെങ്കിൽ വിഭജിച്ചോട്ടെ, നീ അതിനൊന്നും എതിർ നിൽക്കരുതെന്ന് പറയുന്നു. എന്നാൽ ഈ രാജ്യത്തെ രണ്ടായി കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ദേവ് പറയുന്നത്. രൂപാണെങ്കിൽ ആഹാരം കഴിക്കാൻ അവരുടെ അടുത്തേക്ക് വന്നിരുന്നില്ല. ജോലിക്കാരിയെ രൂപിന്റെ മുറിയിലേക്ക് അയക്കുമ്പോൾ രൂപ ഇപ്പോഴും അതേ വേഷത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ദേവാണെങ്കിൽ രൂപിന്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ പോയിരുന്നില്ല. അവന്റെ മനസ്സിൽ സത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സത്യയുടെ കാര്യങ്ങൾ മാത്രമേ ദേവ് നോക്കിയിരുന്നുള്ളൂ. സത്യ രൂപിന്റെ അടുത്ത് വന്ന്, നീ ഇങ്ങനെ റൂമിൽ അടച്ചിരിക്കാതെ, നിനക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് നാളെ മുതൽ നമ്മുടെ ഓഫീസിലേക്ക് നീ ജോലിക്ക് പോയി തുടങ്ങണമെന്ന് സത്യ രൂപിന്റെ അടുത്ത് പറയുന്നു. ജോലിക്ക് പോകാൻ രൂപിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ തനിക്ക് ഒരു കാര്യം കൂടി വേണമെന്ന് രൂപ് ആവശ്യപ്പെടുന്നു. എന്താണെന്ന് വെച്ചാൽ ഹീറാമന്ദിൽ പോയിട്ട് തനിക്ക് ബാഹർ ബീഗത്തിന്റെ അടുത്ത് നിന്നും പാട്ട് പഠിക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. എന്നാൽ ഇവിടെ നിന്നും ആരും തന്നെ ഹീറാമന്ദിലേക്ക് പോകാറില്ല എന്നാണ് സത്യ പറയുന്നത്. തനിക്ക് പാട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ ഓഫീസിലേക്കും പോകില്ല എന്ന് രൂപ് വാശി പിടിക്കുന്നു. രൂപിന്റെ വാശി കൂടിയപ്പോൾ സത്യ ദേവിന്റെ അച്ഛനായ ബൽരാജിനോട് സംസാരിക്കുന്നു. ശേഷം അവൾക്ക് ഹീറാമന്ദിലേക്ക് പോകാനുള്ള അനുവാദവും വാങ്ങി നൽകുന്നു. പിറ്റേ ദിവസം രൂപ് ദേവിന്റെ ഓഫീസിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ പുതുതായി വരാൻ പോകുന്ന സ്റ്റീലിന്റെ കമ്പനിക്കെതിരെ ആളുകൾ സമരം ചെയ്യുന്നതാണ് കാണുന്നത്. അക്ബർ ആയിരുന്നു ആ സമരത്തിന് നേതൃത്വം നൽകിയിരുന്നത്. തങ്ങളുടെ പത്രത്തിൽ ഒരു ആഡ് കൊടുക്കുന്നതിനെ പറ്റി ഒരു തർക്കം നടക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് രൂപ് ഓഫീസിലേക്ക് കയറി വരുന്നത്. അവരുടെ തർക്കം കേട്ടിട്ട് അവൾ നല്ലൊരു ഐഡിയ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ ഐഡിയ എല്ലാവർക്കും തന്നെ ഇഷ്ടമാവുകയും ചെയ്യുന്നു. തന്റെ പേര് രൂപ എന്നാണെന്നും താൻ ദേവ് ചൗധരിയെ കാണാൻ വന്നതാണെന്നും അവൾ പറയുന്നു. അവൾ തന്റെ ഹസ്ബൻഡിനോടാണ് സംസാരിക്കുന്നതെന്ന് പോലും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം അയാളുടെ മുഖം ഇതുവരെ അവൾ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. താൻ അദ്ദേഹത്തിന്റെ പത്നിയാണെന്ന് അവൾ പറയുന്നത് കേട്ട് എല്ലാവരും തന്നെ ദേവിനെ നോക്കുന്നു. കാരണം സ്വന്തം ഭാര്യയായിട്ടും അവർ തമ്മിൽ അറിയാതെ പോയതെന്താണെന്ന് അവർ ചിന്തിക്കുന്നു. ദേവ് അവളുടെ സീറ്റ് കാണിച്ചു കൊടുക്കാൻ മാനേജറോട് പറയുന്നു. അപ്പോഴും ദേവ് ആരാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല. ദേവ് തന്റെ ഓഫീസിലേക്ക് കയറി പോകുന്നത് കണ്ടിട്ടാണ് രൂപ താൻ ഇത്രയും നേരം സംസാരിച്ചത് തന്റെ ഹസ്ബൻഡിനോടാണെന്ന് മനസ്സിലാക്കുന്നത്. പിറ്റേ ദിവസം രൂപ സംഗീതം പഠിക്കാൻ ബാഹർ ബീഗത്തിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെയാണെങ്കിൽ ഫെസ്റ്റിവൽ നടക്കുകയായിരുന്നു. ബീഗം പാട്ട് പാടുന്നതിനിടയ്ക്ക് അവളും പാട്ട് പാടുന്നുണ്ട്. ഇതെല്ലാം തന്നെ സഫർ പുറത്തു നിന്നും കേൾക്കുന്നു.
കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ പാട്ടാണെങ്കിൽ ബീഗത്തിന് ഒരുപാട് ഇഷ്ടമായി. എന്നാൽ പലയിടത്തായി കുറച്ചുകൂടി ശരിയാക്കാനുണ്ടെന്ന് ബീഗം പറയുന്നു. താൻ സംഗീതം പഠിക്കാനാണ് വന്നതെന്ന് സത്യം രൂപ് പറയുന്നു. രൂപിന്റെ കൂടെയുള്ള സ്ത്രീയെ കണ്ടപ്പോൾ രൂപ് ചൗധരി കുടുംബത്തിൽ നിന്നും വന്നതാണെന്ന് ബീഗത്തിന് മനസ്സിലാകുന്നു. നിന്റെ വിവാഹം കഴിഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ താൻ അവിടുത്തെ മരുമകളാണെന്ന് രൂപ് പറയുന്നു. വീട്ടുകാരുടെ സമ്മതപ്രകാരം തന്നെയാണോ ഇങ്ങോട്ട് വന്നതെന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അതേന്ന് അവൾ മറുപടി പറയുമ്പോൾ എന്നാൽ നാളെ മുതൽ സംഗീതം പഠിക്കാൻ വന്നോളൂ എന്ന് ബീഗം പറയുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന വഴിക്ക് അവൾ സഫറിനെ കാണുന്നു. അവളുടെ സംഗീതത്തെ പറ്റി അവൻ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്. ആദ്യ കാഴ്ചയിൽ തന്നെ സഫറിന്റെയും രൂപിന്റെയും ഇടയിൽ ഒരു കണക്ഷൻ വന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രൂപ് സംഗീതം പഠിക്കാൻ വരുന്നുണ്ട്. അന്ന് അവൾ തിരിച്ചു പോകുന്ന വഴിക്ക് അവളുടെ കണ്ണുകൾ സഫറിനെ തിരയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം സഫർ ദൂരെ നിന്നും കാണുന്നുണ്ടായിരുന്നു. എന്നാൽ അന്ന് അവൻ അവളുടെ മുന്നിലേക്ക് വന്നില്ല. അന്ന് രാത്രി രൂപ് ദേവിന്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. അവൾക്കൊരു ആർട്ടിക്കിൾ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ദേവിനോട് പറയുന്നു. അത് ഹീരാമന്തിയെ കുറിച്ചാണെന്നും അവിടുത്തെ ഓരോ വീടിനും ഓരോ കഥകൾ പറയാനുണ്ടാകും. അതെല്ലാം തനിക്ക് ഒരു ആർട്ടിക്കിളാക്കി പ്രസിദ്ധീകരിക്കാൻ താല്പര്യമുണ്ട്. രൂപിന്റെ ആ ആഗ്രഹത്തിന് ദേവ് സമ്മതിക്കുന്നു. ആർട്ടിക്കിൾ നല്ലതാണെങ്കിൽ അത് ഉറപ്പായും പത്രത്തിൽ പ്രസിദ്ധീകരിക്കാമെന്ന് ദേവ് രൂപിന് വാക്ക് കൊടുക്കുന്നു. ആ സമയം രൂപ് നമ്മുടേത് ഒരു അഡ്ജസ്റ്റ്മെന്റ് മാരേജ് ആണെന്നും നിങ്ങൾക്ക് ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഇതെപ്പോ അവസാനിക്കാമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് രൂപ് പറഞ്ഞിട്ട് പോകുന്നു. രൂപ് അങ്ങനെ പറയാനുണ്ടായ കാരണം അവളുടെ മനസ്സിൽ സഫറിനോടുള്ള സ്നേഹം തുടങ്ങിയിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രൂപ് ആർട്ടിക്കിൾ എഴുതാൻ ഹീരാമന്ദിലേക്ക് വരുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് വരുന്നത് കണ്ട സഫർ അവൾ വേശ്യാവൃത്തിക്ക് വേണ്ടി വരുന്നതാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അവളോട് അവൻ നിങ്ങൾക്ക് എത്ര സുഖം വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറയുന്നു. അവന്റെ ഈ സംസാരം കേട്ടിട്ട് അവൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി. താൻ ഒരു ആർട്ടിക്കിൾ എഴുതാനാണ് വന്നതെന്നും തന്റെ വിവാഹം കഴിഞ്ഞതാണെന്നും അവൾ പറയുന്നു. ശേഷം അവന്റെ സംശയം മാറുകയും അവൻ ഹീരാമന്തിയെക്കുറിച്ച് തനിക്ക് ഒരുപാട് അറിയാമെന്നും പറയുന്നു. അങ്ങനെ രൂപിനെ ആർട്ടിക്കിൾ എഴുതാൻ സഫർ സഹായിക്കുന്നു. സഫർ ജനിച്ചതും വളർന്നതുമെല്ലാം ഈ തെരുവിലാണ്. ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണമെന്ന് സഫർ അവളോട് പറയുന്നു. അവനൊരു കുടുംബം ഉണ്ടായിരുന്നില്ല. ചെറുപ്പത്തിൽ അവന്റെ അമ്മ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. പിറ്റേ ദിവസം അവൻ പറയുന്ന സ്ഥലത്തേക്ക് അവൾ വരുന്നു. എന്നാൽ ആ സ്ഥലം ഒരു പോര് നടക്കുന്ന സ്ഥലമായിരുന്നു. സഫറും ഒരു മൃഗവുമായിട്ടുള്ള പോര്. അതിനിടയിൽ അവന് ഒരുപാട് പരുക്ക് പറ്റുകയും അവൻ ഒരു കുഴിയിലേക്ക് വീഴാൻ പോവുകയും ചെയ്യുന്നുണ്ട്. അവന്റെ ഈ ജീവൻ പണയം വെച്ച മത്സരം കണ്ട് രൂപ ഒരുപാട് പേടിക്കുന്നുണ്ട്. അവൻ തിരിച്ചു വന്ന് ആ മൃഗത്തെ കീഴ്പ്പെടുത്തി ആ മത്സരത്തിൽ അവൻ വിജയിക്കുന്നു. എന്നാൽ രൂപ അവന് ഒരുപാട് വഴക്ക് പറയുന്നു. വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീക്ക് ആർക്കും ഉണ്ടായ മകനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നും തന്നെ ഇല്ല എന്ന് അവൻ പറയുന്നു. സഫറും രൂപും ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് അക്ബർ കാണുന്നുണ്ടായിരുന്നു. രൂപ ദേവ് ചൗധരിയുടെ ഭാര്യയാണെന്നുള്ള കാര്യം അക്ബറിൽ നിന്നും സഫർ മനസ്സിലാക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ പോകെ പോകെ സഫറും രൂപും കൂടുതൽ അടുക്കുന്നു. രൂപ പതിയെ ഫാമിലിയുമായി അടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ദേവിന്റെയും രൂപിന്റെയും ഇടയിലുള്ള അകലം കുറഞ്ഞു വരാൻ തുടങ്ങി. അവർ പരസ്പരം സംസാരിക്കുകയും ചില പാർട്ടിയിലെല്ലാം ദേവ് അവളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നുണ്ട്. വൈകാതെ രൂപിലെ മാറ്റം ബാഹർ ബീഗത്തിന് മനസ്സിലാകുന്നു. അത് അവളുടെ സംഗീതത്തിലും കണ്ടു തുടങ്ങി. അതിന്റെ കാരണം സഫർ ആണെന്ന് ബീഗം മനസ്സിലാക്കുന്നു. അങ്ങനെ അവൾ എഴുതിയ ആർട്ടിക്കിൾ ദേവിന് കൊണ്ടുകൊടുക്കുന്നു. അത് വായിച്ചു നോക്കിയ ദേവിന് ആ ആർട്ടിക്കിൾ ഇഷ്ടമായില്ല. ഇതിൽ ഒരുപാട് തെറ്റുകളുണ്ടെന്നും ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ലെന്നും ദേവ് രൂപിനോട് പറയുന്നു. ദേവിന്റെയും രൂപിന്റെയും ഇടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ ബൽരാജ് ദേവിനോട് സംസാരിക്കുന്നു. അതേസമയം തന്നെ ബാഹർ ബീഗം സഫറിനോടും സംസാരിക്കുന്നു. രണ്ടു കൂട്ടരും സംസാരിക്കുന്നത് മാറി മാറിയാണ് കാണിക്കുന്നത്. അവരുടെ സംസാരത്തിനിടയിൽ ഒരുപാട് സത്യങ്ങൾ പുറത്തു വരുന്നു. ബൽരാജ് രൂപിന് നിന്റെ അടുത്ത് നിന്നും സ്നേഹം കിട്ടിയില്ലെങ്കിൽ അവൾ അത് പുറത്ത് അന്വേഷിക്കേണ്ടി വരും. ഞാനും പണ്ട് ഇതുപോലെ ഒരു തെറ്റാണ് ചെയ്തത്. ബൽരാജിന് താൻ വിവാഹം ചെയ്ത സ്ത്രീയെ ഇഷ്ടമല്ലായിരുന്നു. വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് അയാൾ വിവാഹം ചെയ്തത്. അതുകൊണ്ട് തന്നെ അയാൾ വീടിന് പുറത്തുള്ള ഒരു സ്ത്രീയെ പ്രണയിച്ചിരുന്നു. അത് ശരിക്കും ബാഹർ ബീഗമായിരുന്നു. ആ പ്രണയത്തിൽ അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായ മകനാണ് സഫർ. തനിക്കൊരു കുട്ടി ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ ബൽരാജ് തന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന് ബീഗം പേടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആരും അറിയാതെ സഫറിന് ജന്മം നൽകി. ശേഷം കുട്ടി അവർ തെരുവിൽ ഉപേക്ഷിച്ചു. എന്നാൽ ബൽരാജിന്റെ പ്രശ്നം അതൊന്നുമല്ലായിരുന്നു. ബൽരാജ് ബീഗത്തിൽ നിന്നും അകന്നുപോയി. അയാൾക്ക് അയാളുടെ കുടുംബ മഹിമയായിരുന്നു വലുത്. തന്റെ അച്ഛൻ ബൽരാജ് ആയിരുന്നു എന്ന സത്യം ബീഗത്തിൽ നിന്നും സഫർ അറിയുന്നു. അതുകൊണ്ട് തന്നെ ബൽരാജിനോടുള്ള പക വീട്ടാൻ സഫർ തീരുമാനിക്കുന്നു. ബൽരാജിന്റെ തന്നെ മരുമകളെ പ്രണയിച്ച് ആ കുടുംബം തന്നെ തകർക്കാനായിരുന്നു സഫറിന്റെ പ്ലാൻ. ഇത് ബീഗം മനസ്സിലാക്കുകയും സഫറിനെ തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ബീഗം പറയുന്നതൊന്നും തന്നെ സഫർ കേൾക്കുന്നുണ്ടായിരുന്നില്ല. തന്റെ അച്ഛന് ബാഹർ ബീഗത്തിൽ ഒരു മകനുള്ള കാര്യം ദേവിന് അറിയാമായിരുന്നു. എന്നാൽ ദേവും സഫറും ഒരിക്കലും കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം കാണാനുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. സ്റ്റീൽ കമ്പനി തുടങ്ങാൻ പാടില്ല എന്ന ആവശ്യവുമായി അക്ബർ ദേവിനെ കാണാൻ ചെല്ലുന്നു. അങ്ങനെ ഒരു കമ്പനി വന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും അവിടെ ജോലി ലഭിക്കുമെന്ന് ദേവ് പറയുന്നുണ്ട്. ആ സമയം അക്ബർ ആരുടെയും അടിമയായിട്ട് ഇരിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. സഫറിന്റെ യഥാർത്ഥ ഉദ്ദേശം അറിയാതെ രൂപ് അവനുമായി കൂടുതൽ അടുക്കുന്നു. അതേസമയം ദേവിൽ ഒരുപാട് മാറ്റങ്ങൾ കാണുന്നു. അവരുടെ ജോലി കാര്യങ്ങളെല്ലാം തന്നെ രൂപിനോട് നല്ല രീതിയിൽ ദേവ് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ സത്യയ്ക്ക് സന്തോഷമാകുന്നു. അങ്ങനെ ബൽരാജിനോട് പകരം വീട്ടാൻ ചെയ്തതാണെങ്കിലും സഫർ ശരിക്കും രൂപിനെ പ്രണയിക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ സഫർ അവളിൽ നിന്നും കുറച്ച് അകലം പാലിച്ചു. ആ സമയം സ്റ്റീൽ കമ്പനി വരുന്നതിനെതിരെ ആളുകൾ കലാപം സൃഷ്ടിച്ചു. കലാപം രൂക്ഷമായപ്പോൾ ദേവ് ഈ നാട്ടിൽ നിന്നും മാറി നിൽക്കാമെന്ന് തീരുമാനിക്കുന്നു. എന്നാൽ സത്യയുടെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. എന്നാലും ഉടനെ തങ്ങൾക്ക് ഇവിടെ നിന്നും പോകേണ്ടി വരുമെന്ന് രൂപിന് മനസ്സിലായി. അവൾ ഈ കാര്യം സഫറിനോട് പറയുന്നു. സഫറിന് തന്നെ ഇഷ്ടമാണെന്ന് രൂപിന് അറിയാം. എന്നാൽ അവൻ അവളുടെ മുന്നിൽ അത് തുറന്നു പറയുന്നില്ല. എന്റെ മനസ്സിൽ നിന്നോട് അങ്ങനെയൊന്നുമില്ല എന്നാണ് സഫർ രൂപിനോട് പറയുന്നത്.
ഇത്രയും നാൾ ഞാൻ നിന്റെ കൂടെ നടന്നതും ടൈം സ്പെൻഡ് ചെയ്തതുമെല്ലാം തന്നെ പ്രണയത്തിന് വേണ്ടിയായിരുന്നില്ല. അതിന്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് അവൻ അവളോട് പറയുന്നു. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ അവൾ തന്റെ പ്രണയം സത്യമായിരുന്നുവെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. സഫറിന് അവളുടെ പ്രണയം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ പ്രണയത്തിന് മുന്നിൽ ബൽരാജിനോടുള്ള പകയും അവൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവൻ മറന്നുപോയിരുന്നു. ഇവിടെ സത്യയുടെ അവസ്ഥ മോശമാകാൻ തുടങ്ങി. അവൾ പതിയെ മരണത്തിലേക്ക് അടുക്കുന്നു. സത്യയുടെ മരണം ആ കുടുംബത്തെ വല്ലാതെ തളർത്തി. എല്ലാവരും തന്നെ വളരെ ദുഃഖത്തിലായിരുന്നു. ആ സ്ഥാനത്തേക്ക് രൂപ കടന്നു വരുമെന്ന് ബൽരാജ് പറഞ്ഞെങ്കിലും ഒരിക്കലും സത്യയുടെ സ്ഥാനത്തേക്ക് തനിക്ക് വരാൻ പറ്റില്ലെന്നാണ് രൂപ പറയുന്നത്. അവരെല്ലാവരും തന്നെ ആ നാട്ടിൽ നിന്നും പോകാൻ തീരുമാനിക്കുന്നു. എന്നാൽ രൂപ ബൽരാജിനോട് പറയുന്നു, എനിക്ക് ഈ നാട്ടിൽ നിന്നും പെട്ടെന്ന് വരാൻ പറ്റില്ല. ഈ നാടിനോട് എനിക്ക് പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇത് കേൾക്കുന്ന ബൽരാജിന് കാര്യം മനസ്സിലായി. അതേസമയം സത്യയുടെ മരണത്തിൽ ദുഃഖിതനായ ദേവ് എല്ലാവരിൽ നിന്നും ഒറ്റയ്ക്കിരിക്കുന്നു. അവിടേക്ക് സഫർ വരുന്നു. രണ്ടുപേരും തുല്യ ദുഃഖിതരായിരുന്നു. രണ്ടുപേരും പരസ്പരം തങ്ങൾ ആരൊക്കെയാണെന്ന് അറിയാതെ അവരുടെ വിഷമം ഷെയർ ചെയ്തു. താൻ വിവാഹിതയായ ഒരു സ്ത്രീയെ പ്രണയിക്കുന്നു, അവളും എന്നെ തിരിച്ച് പ്രണയിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് അവളെ സ്വന്തമാക്കിക്കൂടെ എന്ന് ദേവ് പറയുന്നു. അങ്ങനെ അവരുടെ വിഷമങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നു. പിറ്റേ ദിവസം ഈദായിരുന്നു. സഫർ അവന്റെ വിഷമം മാറ്റാൻ ദേവിനെയും കൂട്ടി അവരുടെ ആഘോഷത്തിൽ പങ്കെടുപ്പിക്കുന്നു. അവർ രണ്ടുപേരും ഒരച്ഛന്റെ മക്കളാണെന്നറിയാതെ അവർ ആഘോഷിച്ചു. അതേസമയം ബൽരാജ് രൂപിനോട് പറയുന്നുണ്ട്, ദേവ് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. അതുകൊണ്ട് അവന്റെ കാര്യങ്ങൾ നീ നന്നായി നോക്കണമെന്നും അവൻ എവിടെയാണെങ്കിലും അവനെവിടെ കൊണ്ടുവരണമെന്നും പറയുന്നു. അങ്ങനെ രൂപ ദേവിനെ അന്വേഷിച്ച് അവിടേക്ക് വരുന്നു. ആ ആഘോഷത്തിനിടയ്ക്കിൽ അവർ രണ്ടുപേരും രൂപിനെ കാണുന്നു. ആ സമയം രൂപദേവിന്റെ അടുത്ത് നിന്നും നമുക്ക് പോകാമെന്ന് പറയുന്നു. ആ സമയത്താണ് സഫർ മനസ്സിലാക്കുന്നത് രൂപദേവിന്റെ ഭാര്യയാണെന്നും തന്റെ അച്ഛന്റെ തന്നെ മകനാണ് ദേവ് എന്ന കാര്യം. അങ്ങനെ അവർ പോകുന്നതിനിടയ്ക്ക് ദേവരൂപിനോട് സംസാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാക്കാൻ ഒരു അവസരം തരണമെന്ന് ദേവരൂപിനോട് പറയുന്നു. ആ സമയം ബൽരാജ് ബീഗത്തിനടുത്ത് ചെന്ന് സഫർ കാരണം ഞങ്ങളുടെ കുടുംബം തകരാൻ പാടില്ല എന്നും അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്നും പറയുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കിയ ബീഗം രൂപിനെ കണ്ട് സഫറിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം വ്യക്തമാക്കി കൊടുക്കുന്നു. സത്യം പറഞ്ഞ രൂപാണെങ്കിൽ ആകെ തകർന്നു പോകുന്നു. തന്നോട് കാണിച്ച പ്രണയം സത്യമല്ലെന്ന് മനസ്സിലാക്കി അവൾ ഒരുപാട് വിഷമിക്കുന്നു. അതേസമയം അക്ബർ സഫറിൽ വന്ന മാറ്റം ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ ചൗധരി കുടുംബത്തിനോട് അനുകൂലമായി നിൽക്കുന്നത് അക്ബറിന് തോന്നുന്നു. അതിൽ അക്ബറിന് സഫറിനോട് ദേഷ്യം തോന്നുകയാണ്. ആ ദേഷ്യം തീർക്കാൻ അവൻ ആളുകളെ വെച്ച് സഫറിനെ അടുപ്പിക്കുന്നു. ഇതെല്ലാം ചെയ്തത് ബൽരാജിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് അക്ബർ സഫറിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. കൂടാതെ ബൽരാജിന്റെ കുടുംബത്തെ തന്നെ തകർത്ത് കളയാൻ രൂപിനെ കൊന്നു കളയാമെന്ന് അക്ബർ പറയുമ്പോൾ സഫർ അവനോട് ദേഷ്യപ്പെടുന്നു. ഇതും കൂടി ആയപ്പോൾ അക്ബറിന് സഫറിനോടുള്ള ദേഷ്യം കൂടുന്നു. അതേസമയം ബൽരാജ് തന്റെ മകനാണ് സഫർ എന്ന കാര്യം ദേവിനോട് പറയുന്നു. സത്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞ രണ്ടുപേരും ആകെ ഷോക്കായി റൂമിൽ വന്നിരിക്കുന്നു. രൂപ തന്റെ ജീവിതത്തിൽ നിന്നും പോകാതിരിക്കാൻ തനിക്കൊരു അവസരം കൂടി തരണമെന്ന് പറഞ്ഞ് അവളെ സ്പർശിക്കുന്നു. രൂപാണെങ്കിൽ തന്റെ പ്രണയം സത്യമല്ലായിരുന്നുവെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൾ അവനെ തടഞ്ഞില്ല. അങ്ങനെ ശരീരം കൊണ്ട് അവർ ഒന്നിക്കുന്നു. ആ സമയം സഫർ ബീഗം പറഞ്ഞതറിഞ്ഞ് തന്റെ പ്രണയം സത്യമാണെന്ന് പറയാൻ രൂപിനെ കാണാൻ വരുന്നു. അവൻ ഒരുപാട് സങ്കടത്തോടു കൂടി അവളെ കാണാൻ വരുന്നു. എന്നാൽ അപ്പോഴേക്കും രൂപ ദേവിന്റെ ഭാര്യയായി കഴിഞ്ഞിരുന്നു. താൻ ഒരുപാട് വൈകിപ്പോയെന്ന് സഫറിന് മനസ്സിലായി. സഫർ പിന്നീട് തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു എന്ന് രൂപ മനസ്സിലാക്കുന്നു. രൂപിനെ തന്നിൽ നിന്നും അകറ്റിയതിന് സഫറിന് അവന്റെ അമ്മയോട് ദേഷ്യം തോന്നുന്നു. അവൻ ബീഗത്തിന്റെ അടുത്ത് വന്ന് ആ ദേഷ്യം തീർക്കുന്നു. ഇനി നമ്മൾ കാരണം ആ കുടുംബം തകരരുതെന്ന് ബീഗം പറയുന്നു. പിറ്റേന്ന് രാവിലെ സ്റ്റീൽ കമ്പനിക്കെതിരെ കലാപമുണ്ടാകുന്നു. അക്ബറും കൂട്ടരും ആകെ ദേഷ്യത്തിലായിരുന്നു. ചൗധരി കുടുംബത്തെ തന്നെ ഇല്ലാതാക്കാൻ അവർ തീരുമാനിക്കുന്നു. രൂപദേവനോട് ശരീരം കൊണ്ട് ഞാൻ നിങ്ങളുടേതായിരിക്കും, എന്നാൽ സഫർ എന്ന ആളുമായി ഞാൻ പ്രണയിച്ചിരുന്നു. അതുകൊണ്ട് എനിക്കൊരിക്കലും നിങ്ങളെ പ്രണയിക്കാൻ സാധിക്കില്ല. ഇത് കേൾക്കുന്ന ദേവാണെങ്കിൽ എനിക്കും നിന്നോട് ആദ്യം ഇഷ്ടമല്ലായിരുന്നു. പതിയെ ഞാനും നിന്നെ സ്നേഹിച്ചു തുടങ്ങി. അതുകൊണ്ട് നീ ഒരിക്കലും ദേഷ്യത്തിൽ ഒരു തീരുമാനവും എടുക്കരുതെന്ന് പറയുന്നു. നിന്നെ കൊണ്ട് പറ്റുവാണെങ്കിൽ ഈ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ അത് നിന്റെ ഇഷ്ടം. എന്തായാലും തീരുമാനം നന്നായി ചിന്തിച്ച ശേഷം എടുക്കണമെന്ന് ദേവ് രൂപിനോട് പറയുന്നു. അപ്പോഴേക്കും അക്ബറും സംഘം ആകെ ദേഷ്യത്തിൽ അവിടെയെല്ലാം ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു. സഫർ രൂപിനെ കാണാൻ അവിടേക്ക് വരുന്നു. അവൻ ചെയ്തതെല്ലാത്തിനും അവൻ മാപ്പ് പറയുന്നു. എന്റെ മനസ്സിൽ മുഴുവനും പ്രതികാരമായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റി അവിടെ പ്രണയം നിറച്ചത് നീയാണ്. എന്റെ അച്ഛനും അമ്മയും ആരാണെന്നൊക്കെ എനിക്ക് നിന്നോട് പറയണമായിരുന്നു. എന്നാലെല്ലാം കേട്ടു കഴിഞ്ഞാൽ നീ എന്നെ വിട്ടു പോയാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത്. ഇതെല്ലാം കേൾക്കുന്ന രൂപ് അവനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴേക്കും അക്ബറും കൂട്ടരും അവിടേക്ക് എത്തി. ദേവും സഫറും രൂപും അവിടെ നിന്നും രക്ഷപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. പിന്നാലെ തന്നെ അക്ബറും കൂട്ടരും വരുന്നുണ്ടായിരുന്നു. സഫർ വേഗം ദേവിനെയും രൂപിനെയും ട്രെയിനിൽ കയറ്റി അവൻ അവിടെയുള്ള ആളുകളെല്ലാം അടിക്കുന്നു. അതിനിടയിൽ രൂപ് സഫറിനോട് വേഗം ട്രെയിനിൽ കയറാൻ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ ദേവ് ശ്രദ്ധിക്കുന്നുണ്ട്. രൂപ ഇത്രയധികം സഫറിനെ സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം ദേവ് മനസ്സിലാക്കുന്നു. സഫറിനെ ട്രെയിനിൽ കയറ്റാൻ രൂപ ശ്രമിക്കുന്നതിനിടെ അക്ബർ സഫറിനെ പിന്നിൽ നിന്നും കുത്തി വീഴ്ത്തുന്നു. ആ കാഴ്ച രൂപിനെ താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. സഫർ തന്റെ ഉറ്റ സുഹൃത്തിന്റെ കയ്യിൽ നിന്നും മരണപ്പെടുന്നു. അങ്ങനെ രൂപിനും തന്റെ പ്രണയം നഷ്ടമായി. ശേഷം അവർ രണ്ടുപേരും ചെന്നെത്തുന്നത് അമൃത്സറിലേക്കായിരുന്നു. അവർക്ക് അവിടെ താമസിക്കാനുള്ള ഏർപ്പാടെല്ലാം ബൽരാജ് ചെയ്തിരുന്നു. പതിയെ പതിയെ രൂപ തന്റെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങി. സത്യ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ രൂപ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തുല്യ ദുഃഖിതരായ അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു മൂവി അവസാനിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.